ഹൈ ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പും അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഷോർട്സുമാണ്. 1.5 മീറ്റർ തുണിയാണ് ഞാൻ ഈ രണ്ടും തയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ തുണീനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടിയും ഇതുപോലെ മടക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നോക്കാം. എൻ്റെ പകുതി എനിക്കിവിടെ വരുന്നത് 6.5 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് 8.5 ഇഞ്ചിൽ ഞാൻ എടുക്കുന്നത്. ഇനി നീളം വരുന്നത് 17.5 ഇഞ്ചാണ്. ഇനി ഈ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമ്മൾ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി കഴുത്തിൻ്റെ അകലം അത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ 2.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലൊരു യു ഷേപ്പ് കൊടുക്കാം. 5 ഇഞ്ചാണ് കൈക്കുഴി വരുന്നത്. നമുക്കതിന് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഏജ് വരുന്നത് 6 to 7 ഇയേഴ്സ് ആണ്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 4/1 എടുക്കാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 6.5 ഇഞ്ച് കിട്ടും. അത് മാർക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ എത്രയാണ് വരേണ്ടത് അത് വേണം അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി താഴത്തെ വീതി ഒരു 7 ഇഞ്ച് എടുക്കാം. അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ തുണി മടക്കിയതുകൊണ്ട് നമുക്ക് അത്ര ഭാഗം സേവ് ചെയ്യാൻ പറ്റും തുണി. അല്ലെങ്കിൽ കുറേ തുണി ഇതുപോലെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് അതിൻ്റെ പകുതി 4/1 എടുക്കുക. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ എടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ തുണിയിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ കട്ട് പീസുകൾ പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇനി ഇവിടെ കൈക്കുഴി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് നെക്കും ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ലെങ്ത്ത് കൂടുതൽ കുറവാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ബാക്ക് പീസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്ലാക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചും നീളം വരുന്നത് 4 ഇഞ്ചുമാണ്. അതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ തുണി ഈ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അതിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്കൊരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ഒരു യോക്കും ഫ്രില്ലും കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട വീതി ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത് ആ യോക്ക് വയ്ക്കാൻ വേണ്ടി കേട്ടോ. ഇനി അവിടുത്തെ ആ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് നോക്കാം. എനിക്ക് 5 ഇഞ്ച് മതി. ആ ഒരു ഭാഗത്താണ് ആ യോക്ക് വരണത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് ആ താഴെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 14 ഇഞ്ചാണ് വീതി പറഞ്ഞത്. അപ്പോൾ എൻ്റെ പകുതി 7 ഇഞ്ചാണ് എൻ്റെ വീതി ഞാൻ എടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് 2.5 ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കൊടുത്തിരുന്നത് എത്രയായിരുന്നു? 2.5 ഇഞ്ച് തന്നെയാണ്. അതുപോലെ യു ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി ആ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 5 ഇഞ്ചാണ് പറഞ്ഞത്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് താഴെ നമുക്ക് മടക്കി തയ്ക്കാനാണ്. ഷോൾഡറിന് വിടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ടേപ്പ് മുകളിൽ നിന്ന് തന്നെയാണല്ലോ വെച്ചെടുത്തത്. അപ്പോൾ താഴെ മാത്രം മടക്കി തയ്ക്കാൻ എടുക്കുക 1/2 ഇഞ്ച്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു യോക്ക് യു ഷേപ്പ് പോലെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. ഇനി ഫ്രില്ല് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് നീളത്തിൽ. പിന്നെ വീതി വരുന്നത് 3 ഇഞ്ചാണ്. നമുക്ക് 2 ഇഞ്ച് മതി. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ മുകളിലും മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഫ്രില്ല് അറ്റാച്ച് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് സൈഡിൽ നിന്ന് തുടങ്ങി ഇത് ഫുള്ളും നമ്മൾ ഈ ഫ്രില്ല് വെക്കുന്നതാണ്. ഇതിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഫ്രില്ല് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അറ്റഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി തയ്ക്കാം.
ഇതുപോലെ ചുറ്റും ഫ്രില്ല് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ ഈ യോക്ക് പാർട്ടിൽ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിൽ ഞാൻ കൊടുക്കണില്ല. ഇനി ഈ ടോപ്പ് പോർഷൻ്റെ റോങ് സൈഡിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ നല്ല വശം ചേർത്ത്, അതായത് യോക്കിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ നെക്കിൻ്റെ ഭാഗം മാത്രം അതിലൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നല്ല സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫ്രില്ലും ആ യോക്ക് പോർഷനൊക്കെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഫ്രില്ല് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ ആ വി കട്ട് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തേക്കാണ്. പൈപ്പിംഗ് അല്ലെങ്കിൽ നമുക്ക് സാധാ മടക്കി തയ്ച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇനി 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആ ഫ്രില്ലിൻ്റെ ഭാഗം കുറച്ച് മാറ്റി കൊടുത്തിട്ട് ആ സൈഡ് ഭാഗം എത്രയാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടിഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പായിട്ട് താഴെ 1.5 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചുമാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ താഴെയും മടക്കി തയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഈ ഫ്രില്ല് ഞാൻ സെയിം ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്ലെയിൻ കളറ് ഫ്രില്ല് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഷോർട്ട്സ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ തുണീനെ അതുപോലെ 2 മടക്കി ഇനി ഒരു വട്ടം കൂടി മടക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ 4 ലെയറിൽ കിട്ടും. ശേഷം പിന്നെ വീതി കിട്ടുന്നത് 13.5 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് 17 ഇഞ്ചാണ് കിട്ടണത്. ഇനി ഈ ഓപ്പണിംഗ് സൈഡിൻ്റെ ഇവിടുന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ബെൽറ്റിൻ്റെ ലെങ്ത്താണ്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ മടക്കി ഇലാസ്റ്റിക് ഇടുന്ന വശമാണ് കേട്ടോ. ഇനി ഇവിടുത്തെ ഹിപ്പ് റൗണ്ടാണ്. ഇവിടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അതിൻ്റെ 4 എടുക്കുക, 5.5 ഇഞ്ച് പ്ലസ് ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 10.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ക്രച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് 8.5 ഇഞ്ചാണ്. അത് ടേപ്പ് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടുന്ന് അതിനൊരു ഷേപ്പ് കൊടുക്കാൻ ഞാനൊരു 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി താഴത്തെ വീതി ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് താഴത്തെ വീതി വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് വേണം നമ്മളിവിടുത്തെ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഒരു ചെരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ ഷോർട്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1.5 ഇഞ്ച് ആ ബെൽറ്റിന് വേണ്ടി പോകും. അപ്പോൾ അത് മൈനസ് ചെയ്യുക. പ്ലസ് 1.5 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ എടുക്കണം. അപ്പോൾ അങ്ങനെ 17.5 ഇഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 2 പാർട്ടുണ്ടല്ലോ അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് ആ ക്രച്ചിൻ്റെ ഭാഗം മുകളിൽ നിന്ന് താഴെ വരെ ആ ഷേപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശം ചേർത്തിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഷോർട്ട്സ് തയ്ക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുകളിൽ ആ ബാൻഡ് ഉണ്ടല്ലോ അത് ആ ഒരു ലൈനിലേക്ക് ഞാൻ ഈ തുണീനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം തയ്ച്ച് കഴിഞ്ഞ ശേഷം ബാൻഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ച് ഉണ്ടാവും. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഒന്നിതുപോലെ തിരിച്ചിടാം. ഇനി ആ താഴത്തെ ആ ഒരു ഭാഗമാണ് ആ ഷേപ്പിൽ അടിച്ചു കൊടുക്കാനുള്ളത്. ഇനി ഇവിടെ താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഭംഗിക്ക്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ
നമ്മൾ ഈ തുണീനെ മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട്. അത് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് നമ്മൾ മടക്കി തയ്ച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ രണ്ട് ഷേപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് അത് തന്നെ അളവെടുക്കുക. അല്ലെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അളവെടുക്കാൻ. അപ്പോൾ ഇവിടെ 22 ഇഞ്ച് ആയിരുന്നല്ലോ ഹിപ്പ് റൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് മൈനസ് ചെയ്ത് 21 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ഒരു പിൻ കുത്തിയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ള് നിങ്ങൾ ബാൻഡ് തയ്ക്കരുത്, കുറച്ചൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും ഇലാസ്റ്റിക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരു ഷോർട്ട്സ്. താഴെ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പും ഷോർട്ട്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട് പീസോ അങ്ങനെ ബാക്കി വന്ന എന്തെങ്കിലും ചുരിദാറിൻ്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്